അച്ഛൻ്റെ വർക്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡായിരുന്നു. ഓഫീസ് വർക്കാണേലും ഭയങ്കര ഡെഡിക്കേറ്റഡ്. കവിത എഴുതുക എപ്പോഴാണ് സമയം കിട്ടിയിരുന്നതെന്ന് അറിയില്ല. പാവം കവിത എഴുതുമായിരുന്നു, നല്ല കവിത. അന്ന് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, കേസരി ബാലകൃഷ്ണയുടെ ഒരു മാസിക ഉണ്ടായിരുന്നു പണ്ട്. കേസരി എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പേര്. അതിലെൻ്റെ അച്ഛൻ്റെ കവിതയൊക്കെ വന്നിട്ടുണ്ട്. അത് കവിത എന്ന് വെച്ചാൽ രവിവർമ്മയുടെ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള കവിതയാണ്. അപ്പം ഞാൻ ഒരു കവിയെ പറ്റി ഞാൻ ശില്പം ചെയ്യും അല്ലേ, കടമനിട്ട് അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ ആ കവിത അതിനകത്ത് അടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഈ ജോലി വന്നതിന് ശേഷം കവികളുമായിട്ടുള്ള ബന്ധങ്ങൾ പോയി. എന്നാലേ ഒരു ഡെവലപ്പ് ചെയ്യുള്ളൂ. കവിതയുടെ ഒരു ഇതുണ്ടല്ലോ, തമാശയുള്ള കവിതകൾ എഴുതുക. നേരം പോക്കെന്നൊക്കെ പറഞ്ഞിട്ട് തമാശ കവിത. അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിങ് ഞങ്ങൾക്ക് പോലും വായിക്കാൻ പറ്റും. എത്ര ദിവസം ആ ബുക്കൊക്കെ ഉണ്ട്, പക്ഷെ വായിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പോകും. വൈകുന്നേരം ചിലപ്പം അച്ഛൻ ഒരു ചാരികസാരായിട്ട് വെളിയിലിരിക്കും അല്ലെ, മുറ്റത്തിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ മേഘമൊക്കെ നോക്കി അച്ഛൻ ഓരോന്ന് പറയും. ആ മേഘത്തിൻ്റെ ഷേപ്പ് കണ്ടോ, ആടിനെ പോലെയില്ലേ, ആട്ടുംകൂട്ടം പോകുന്ന പോലെയില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളുടെ മുഖം, അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിലായിരുന്നു ജോലി. അപ്പോൾ ഈ വൈക്കത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ മ്യൂറൽസ് ഉണ്ട്. അപ്പോൾ ഒരു മ്യൂറൽ തോക്ക് പിടിച്ചൊരാളാണ്. അപ്പം ഞാനത് കാലത്ത് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പറയുന്നത് തോക്ക് പിടിച്ച ആ കാലത്ത് തോക്കുണ്ടായിരുന്നോ എന്നറിയില്ല. അങ്ങനെയുള്ള ചില ദാരുശില്പങ്ങളൊക്കെ സംസാരിക്കും. ഇത് ഞാൻ ചിത്രഭാനുമായിരുന്നു മറ്റൊരു ഒരാൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യും, മ്യൂറലിനെ പറ്റി. ഞാൻ പറഞ്ഞു അവിടെ തോക്ക് പിടിക്കരുത്. ഞാൻ പിന്നെ അമ്പലങ്ങളിലൊന്നും കയറിയിട്ടെങ്കിൽ പിന്നെ ശീലമില്ലല്ലോ. അപ്പോൾ അതിനുണ്ട് അവിടെയുണ്ട്. അപ്പോൾ ആ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. കുട്ടിക്കാലത്ത് അച്ഛൻ കാണിച്ചു തന്നിട്ടുള്ള തോക്ക്. അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലേ. അച്ഛനൊരു വലിയ സപ്പോർട്ട്, ഈ കവിതയിൽ അച്ഛനമ്മ വലിയ സപ്പോർട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എതിർപ്പൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്ക് വീട്ടിൽ ജോലി, ഞങ്ങളെ നോക്കല്, പിള്ളേരും നോക്കല്, അത് ഞങ്ങൾ 3 പേര്. ചേച്ചിമാർ കല അങ്ങനെ അമ്മ എംബ്രോയിഡറി ഉണ്ട്. അമ്മയ്ക്ക് ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഈ മുത്തൊക്കെ വെച്ചിട്ട് ചില പഴയ സാധനമുണ്ട്, ഓട്ടയുള്ള പേപ്പറിൽ കൂടെ നല്ല റോസാപ്പൂ ഒക്കെ തയ്ക്കും. നല്ല എംബ്രോയിഡറി അമ്മയായിട്ട്. തോമസ് എവിടെ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണേ ഇങ്ങനൊരു കല? എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് എൻ്റെ സംഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഇതാ മീഡിയം എന്ന് തോന്നിയുണ്ട് വാസ്തവത്തിൽ. ശരിക്കും അല്ലാതെ എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളൊരു, ഞാനിപ്പോഴും ആർട്ടിസ്റ്റ് ആവണം എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യകാലത്ത് വിചാരിക്കുന്നത് സിനിമ ഏറ്റവും ഞാൻ അതിലത് പറയാൻ വന്നത്, സിനിമ പോകാൻ താല്പര്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് കൂടുതൽ ജനങ്ങളിൽ എത്തുന്നില്ല, മനസ്സിലായി? ആ ഒരു ഇൻട്രസ്റ്റാണ് സിനിമ. അതായത് സിനിമ എടുക്കുന്ന ആളാണെന്നോ സിനിമക്കാരനാണോ എന്നുള്ളതല്ല, ആളുകൾ കൂടുതൽ എത്തുന്ന ആർട്ട് ഫോം സിനിമയാണ്. അപ്പോൾ അതിൽ പോകാൻ പറ്റി, അത് നടന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ബറോഡയിൽ അന്ന് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇപ്പോൾ ഗ്രാഫിക്സ് പ്രിൻ്റ് ഉണ്ടല്ലോ, പ്രിൻറ്റിന് ചേർന്ന സർട്ടിഫിക്കറ്റ്, പ്രിൻറ്റും അതുപോലെ ഒരുപാട് നമുക്ക് കോപ്പി എടുത്ത് ആളുകളിൽ എത്തിക്കാം, അങ്ങനെയൊരു ഇതുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ ചെയ്യുന്ന അങ്ങനെ പോകുമായിരുന്നു. അപ്പം വിചാരിച്ചാലൊന്നും നടന്നിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ വന്നിട്ട് ആർട്ട് ആൻഡ് പബ്ലിക് പ്രോജക്റ്റുകളിൽ വരുന്നു. എപ്പോഴെങ്ങനെയൊക്കെയോ ലിങ്ക് ചെയ്ത് വരുന്നുണ്ട് സംഭവങ്ങൾ. അതൊരു ലിങ്ക് ഉണ്ട് ഇങ്ങനെ. പക്ഷേ ഒരു പക്ഷേ സിനിമ എടുത്തിട്ട് ഞാനൊരു ഫ്ലോപ്പായി പോയി. എന്നുവെച്ചാൽ എനിക്ക് ആളുകളെ ഓർഗനൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയാൻ പറ്റില്ല. BSc കഴിഞ്ഞപ്പോൾ ഞാൻ ഫിലിം മിനിസ്റ്ററിൽ എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ സിനിമയൊക്കെ പോകാൻ വീട്ടുകാരെ സമ്മതിക്കില്ല. കടമനാണ് കവിത ജനങ്ങളിൽ ഒരുപാട് എത്തിച്ചിട്ടുണ്ട്. അപ്പം പബ്ലിക് ആർട്ട് കൂടുതലും കവിതയിൽ കൂടെ അതുപോലെ അത് നല്ല സ്ഥലമാണ്.
പുള്ളിയുടെ കവിതകളാണ് ജനങ്ങളിൽ കൂടുതൽ എത്തിയത്. പാടിയും ചൊല്ലിയൊക്കെയാണല്ലോ. അപ്പം അതുപോലെ നമ്മളും ശില്പത്തിൽ കൂടെ ശില്പങ്ങളും എത്തിക്കാന്നുള്ളതായിരുന്നു കൂടുതൽ കാര്യം കവിതയും കൂടെ. അപ്പം രണ്ടും കൂടെ ചെയ്യും. അങ്ങനെയുള്ള കവിതകളും പക്ഷെ കവിത ടോട്ടൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ല. ഞാനെങ്ങനെ ഇതിനെ കാണുന്നു, പിന്നെ പ്രകൃതി, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ജീവിതം, ലോകത്തെ ആളുകൾ, ടോട്ടൽ ലോകത്തിൻ്റെ സ്ഥിതി, എല്ലാം കൂടെ പൊളിറ്റിക്സ് എല്ലാം വരുന്നത്. ഇത് പഴയ കടവൻ്റെ ആദ്യത്തെ റൈറ്റ് അതിനെ പറ്റിയിട്ടുണ്ട്. അത് വളരെയധികം എൻജോയ് ചെയ്ത് പബ്ലിക് ആർട്ടാണ് ഏറ്റവും അധികം. അതുകൊണ്ട് പിന്നെ ഈ മാർജിനലൈസ്ഡ് ആൾക്കാരോട് വർക്ക് ചെയ്യല്ലോ, അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനൊരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന നിലയിലാണ് നിന്നുണ്ട്. മറ്റേത് ഭയങ്കര രസമായിരുന്നു. ഇപ്പം എറണാകുളത്തും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടമൻ്റെ ആണെങ്കിൽ കംപ്ലീറ്റ് തിരുവനന്തപുരത്തേക്ക് നമുക്കറിയാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്ട്രഗിളും സമയത്തും ഇത് വളരെ ഏറ്റവും എൻജോയ് ചെയ്തു. ഇത് നാട്ടുകാരുടെ ആളായി ഞാൻ. ശരി, നാട്ടുകാരിൽ ഒരാളായി ഞാൻ ഞങ്ങൾ താമസിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നു, ചിലപ്പോൾ അതുകൊണ്ട് തരും. ആളുകൾ വർക്ക് ചെയ്യാൻ വരുന്ന രാവിലെ എടുക്കുന്നവർ ചായക്കടയുണ്ട്, ചായ കുടിക്കുന്നു, ആളുകൾ വരുന്നു, കാണാൻ പറ്റുന്നു. ജോലി റോഡ് പണിക്കാനുള്ള സ്ത്രീകൾ വന്നിരുന്നു, വർത്താനം പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. അവർ തമ്മിൽ കളിയാക്കുന്നു. നാളെ നീ ഇതിനകത്ത് കാണും എന്ന് പറയും. ഇപ്പോൾ ഒരു കടല വിൽക്കുന്ന ഒരാളാണ്, നെൽക്കടല ഈ വണ്ടി കൊടുക്കും, അയാൾ ഇന്നും വൈകിട്ട് വരും. ആ കവിതയിലെ സാധനം ഉണ്ടല്ലോ ഇരുന്ന് എന്ന് പറയും. അത് ശരിയാണ്, അത് കണ്ടുപിടിക്കുന്ന ഏത് കവിതയിൽ നിന്ന് ഏത് ഇമേജാണ് വരുന്നത് കണ്ടുപിടിച്ചിട്ട് ചിലതൊക്കെ കണക്ട് ചെയ്ത് എന്നും വരും. അങ്ങനെ ഒരുപാട് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു.